കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നും ക്ലാസ്സിനെ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വെളിപാട് പുസ്തകത്തിന്റെ പഠനം 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ സഭയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രമമനുസരിച്ച് വെളിപാട് പുസ്തകത്തിന് ഏഷ്യയിലെ അഥവാ ആസിയയിലെ 7 സഭകളിൽ 6-ാമത്തെ സഭയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പരിധി വരെ നമ്മൾ 5 സഭകളെ കുറിച്ചുള്ള പഠനം നിർവഹിച്ചു. വേറെ പുസ്തകത്തിലെ ഒരു പഠനവും ആര് നിർവഹിച്ചാലും അത് പൂർണ്ണമാകയില്ല. അതിന്റെ കാരണം നമ്മൾ പഠിച്ചാലും പുതിയ സത്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് പ്രകാശിപ്പിച്ചു തരും. ഈ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് കർത്താവിന്റെ ദൂത് 7-ാം വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ, 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സഭയ്ക്ക് കർത്താവ് നൽകുന്ന ദൂത് നമ്മൾ കാണുന്നത്. ഈ സഭയെ സംബന്ധിച്ച് ഞാൻ 5 സഭകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ സഭയ്ക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ശീർഷകം, ഒരു ടൈറ്റിൽ, ഒരു വിശേഷം, ദ ഫെയ്ത്ത്ഫുൾ ചർച്ച് എന്ന വിശേഷണമാണ് നൽകാൻ. വിശ്വസ്ത സഭ. കർത്താവിനോടും ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, കർത്താവിനോടും 2, ദൈവവചനത്തോടും അവർ വിശ്വസ്തത പാലിച്ചു. അത് ഈ സഭയെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഒരു വിശ്വാസിയിൽ പ്രകടമാകേണ്ട 2 മേഖലകളിലുള്ള വിശ്വസ്തതയാണ്. 1, കർത്താവിനോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. 2, ദൈവവചനത്തോട് നമ്മൾ വിശ്വസ്തത പാലിക്കുവാൻ ആവശ്യമുണ്ട്. ഈ 7 സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പലവരും ആവർത്തിച്ചതാണ്. 2 സഭകളെ കുറിച്ച് മാത്രമേ കർത്താവ് ദോഷാരോപണങ്ങളൊന്നും പറയാത്തതായിട്ട്, ദോഷം എന്തെങ്കിലും പറയാത്ത 2 സഭകളിൽ 1 സ്മിർനയാണ്. അത് നമ്മൾ കണ്ടു. 2-ാമത്തെ സഭ ഏതാ? ഫിലദൽഫിയ സഭയാണ് 2-ാമത്തെ സഭ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വലിയ വേദപണ്ഡിതന്റെ പുസ്തകത്തില് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ അല്പനേരം ചിരിച്ചു. നിങ്ങളും ചിരിക്കുമായിരിക്കും. എൻ്റെ കാമ്പ് മനസ്സിലാകുമ്പോൾ ചിരിക്കാനുള്ള വകയാണ്. ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, പാസ്റ്റർ, എനിക്ക് അംഗമായിരിക്കാൻ സാധിക്കുന്ന ഒരു കുറവുമില്ലാത്ത ഒരു സഭയൊന്ന് കാണിച്ചു തരാമോ? ഒരു കുറ്റവും ഒരു കുറവും ഇല്ലാത്ത ഒരു സഭ എനിക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, കാണിച്ചു തരാൻ എനിക്ക് കഴിയും, പക്ഷെ അത് ഞാൻ നിന്നോട് പറയത്തില്ല. കാരണം നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? സഭകളിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത, ഒരു കുറവും ഇല്ലാത്ത സഭകളൊന്നും ആകാശത്തിന്റെ കീഴിൽ ഇല്ല. ഫിലദൽഫിയ സഭയും അങ്ങനെ 100% കുഴപ്പമൊന്നുമില്ലാത്ത സഭ അല്ല. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവ് ഒരു ദോഷവും ഇതിനെ സംബന്ധിച്ച്, ഈ സഭയെ സംബന്ധിച്ച് പറയാനും ഒരു കുറ്റവും ഇല്ലാത്തത് കൊണ്ടാണ്? ഒരു കുറ്റവും ആ സഭയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ സഭയുടെ കുറ്റമെന്ന് ഒന്നും പറയാതെ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, താരതമ്യേന നോക്കിയാൽ
നല്ലൊരു സഭയാണ്. രണ്ടാമത്, ഈ ദൈവദാസൻ തന്നെ പറഞ്ഞ ഒരു വാചകം, അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഈ സഭയിൽ കൂടുന്ന ആളുകൾക്ക് അറിയാം തങ്ങൾക്ക് കുറവുകളുണ്ട്, പോരായ്മകൾ ഉണ്ട്. എന്നാൽ ആ കുറവുകളെ നികത്തി മുന്നോട്ട് പോകാൻ ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന ബോധ്യമുള്ള ദൈവമക്കളായിരുന്നു അവിടെ കൂടിക്കൊണ്ടിരുന്നത്. ദൈവം കൃപ തരും, ഞങ്ങളെ നടത്തും, ഞങ്ങളെ നയിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം, ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇതാ: ഹോസ്പിറ്റലിൽ രോഗികൾ പോകുന്നത് അവർക്ക് രോഗമുള്ളത് കൊണ്ടാണ്. ഹോസ്പിറ്റലിൽ രോഗികൾ പോകുന്നത് അവർക്ക് രോഗമുള്ളത് കൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, എന്താ? ഇവിടുന്ന് എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഏതൊരു സഭയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. അവിടെ കൂടി വരുന്ന, സഭയിൽ കൂടി വരുന്ന എല്ലാവർക്കും, നമ്മൾക്കെല്ലാവർക്കും പോരായ്മകളുണ്ട്. എന്നാൽ അവിടെ നല്ല ഒരു വൈദ്യനും മരുന്നും നമുക്ക് ഉണ്ട്. അതാരാണ്? നമ്മുടെ കർത്താവാണ്. ഈ ബോധ്യമുള്ള ഒരു സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഇനി ഈ ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സാഹോദര്യ സ്നേഹം എന്നാണ്. സഹോദര സ്നേഹം, ബ്രദർലി ലവ്. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഞാൻ പരതിയപ്പോൾ മനസ്സിലാക്കിയത് ഈ പേരിൽ വേറെ ഒരു സ്ഥലവുമില്ല. ഈ ഒരു സ്ഥലം മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. അത് ബൈബിളിലാണെങ്കിലും ബൈബിളിന് പുറത്താണെങ്കിലും ഫിലദൽഫിയ എന്നറിയപ്പെട്ട ഏക സ്ഥലം. അത് പ്രത്യേകിച്ചും രണ്ട് കാരണങ്ങളാണ് ഫിലദൽഫിയ എന്നുള്ള വാക്ക് വരാനുണ്ടായ കാര്യം. അതറിഞ്ഞുകൊണ്ടല്ല പലരും വിട്ടത്. പിൽക്കാലത്ത് ഈ സഭയോട് ബന്ധപ്പെട്ട് രണ്ട് വിധത്തിൽ അത് പ്രസക്തമായിട്ട്. ഒന്ന്, അവർ പരസ്പരം സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, ദൈവം അവരെ സ്നേഹിച്ചു. ഗ്രീക്കില് സ്നേഹം എന്നുള്ളതിന് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. 3 പ്രധാന വാക്കുകളാണ്, അല്ലേ? 3 പ്രധാന വാക്കുകളാണ്. ഒന്ന് ഫീലിയോ എന്നുള്ള വാക്കാണ്, 2 ഇറോസ് എന്ന വാക്കാണ്, 3-മത്തത് അഗാപ്പെ എന്നുള്ള വാക്കാണ്. ഈ അഗാപ്പെ ദൈവത്തിന്റെ സ്നേഹമാണ്. എന്നാൽ ഈ ഫീലിയോ എന്ന് പറയുന്നത്, അഥവാ ഫീലിയോസ് എന്ന് പറയുന്നത് പ്രിയം എന്നുള്ള അർത്ഥം. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് പറഞ്ഞ വാക്കിത ഫീലിയോ എന്നുള്ള വാക്കാണ് പത്രോസ് പറഞ്ഞത്. എന്താ കാരണം? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹത്തെയാണ്, ആ പ്രിയത്തെയാണ്, താല്പര്യത്തെയാണ് ഫീലിയോസ് എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നത് കേവലം ഫീലിയോസ് അല്ല, പിന്നെ അഗാപ്പെ ലവ് തന്നെയാണ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. സാധാരണ ഈ വിവാഹ സ്ഥലങ്ങളിലൊക്കെ ഈ അഗാപ്പയെ കുറിച്ചൊക്കെ മിക്കവാറും ദൈവദാസന്മാരൊക്കെ പറയുകയും ആ പറഞ്ഞത് കേൾക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ എന്ന് ഞാൻ വിചാരിക്കും. ഈ അഗപ്പ എന്ന് പറയുന്നത് ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹം അല്ല. മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കി, ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല ഏത് അഗാപ്പയല്ല, ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള യാതൊരു ഘടകവും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? സ്നേഹിക്കുന്നത്. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ
നല്ലവരെ സ്നേഹിക്കുന്നതല്ല, പിന്നെ പാപികളെ സ്നേഹിക്കുന്നതാണ്. എന്റെ ഭാര്യയോട് ചോദിച്ചാൽ ഇന്നിവിടെ വന്നിട്ടുണ്ട്, എന്റെ കറുപ്പ് നിറം ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി നിങ്ങളെല്ലാം തൃപ്തിപ്പെടുത്താനും എന്നെ തൃപ്തിപ്പെടുത്താനും പറയുകയോ എനിക്ക് കറുപ്പ് എനിക്ക് ഇഷ്ടമാണ്, കറുപ്പിന് 7 അഴകാണെന്നുണ്ട്. പക്ഷെ ആരും പൊതുവെ എന്തിഷ്ടപ്പെടുന്നില്ല, കറുപ്പ് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് സത്യം. എന്നാൽ ഈ കറുപ്പിന് അതീതമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത ഈ കറുപ്പിന് അതീതമായി ഉണ്ടാവുന്നതാണ് ഏത്? സ്നേഹം എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞത് കുടുംബജീവിതത്തിൽ ഇത് പുലർത്തണം. ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഭാര്യ പറഞ്ഞു എന്ന് വരാം, ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു എന്ന് വരാം. എന്നാലും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ സ്നേഹിച്ചു, പരസ്പരം സ്നേഹിച്ചു, ദൈവം അവരെ സ്നേഹിച്ചു. നോക്കണം, ഇതിന് ഇവിടെ തന്നെ ഒരു സൂചനയാണ്, ഈ സഭയോട് ബന്ധപ്പെട്ട് തന്നെ ഒരു സൂചനയുണ്ട്. 9-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, അതിന്റെ ഒടുവിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാൻ, ഞാൻ നിന്നെ സ്നേഹിച്ചു. ഫിലദൽഫിയ എന്ന പേരിന്റെ ആ അർത്ഥത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് കർത്താവ് തന്നെ പറയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന്. ആര് പറയും? നിന്റെ ശത്രുക്കൾ നിന്റെ അടുക്കൽ വന്ന് പറയും. അത് നമ്മൾ ആ വാക്യം ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് അത് ഗ്രഹിക്കാൻ. ഫിലദൽഫിയ സഭയ്ക്ക് ശത്രുക്കളായി നിന്നവര് അവരുടെ അടുക്കൽ വന്ന് പറയുകയാണ്, വാസ്തവമായി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇപ്പൊ ഞങ്ങള് മനസ്സിലായി. ഞങ്ങളെ അല്ല, ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങളെക്കാളേറെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹത്തോട് ബന്ധപ്പെട്ടതാണ്. അത് ദൈവത്തോടുള്ള സ്നേഹവും ദൈവം തിരിച്ചുള്ള സ്നേഹവും മാത്രമല്ല, പിന്നെ സാഹോദര്യ സ്നേഹം. ഞാൻ ചില വചനങ്ങളൊന്ന് പറയാം. അത് നമ്മൾ എടുത്ത് പെട്ടെന്നൊന്ന് നോക്കി അങ്ങ് വായിച്ചു പോവുകയാണെങ്കിൽ ഈ സാഹോദര്യ സ്നേഹം എന്നുള്ളത് വേദപുസ്തകം എത്രമാത്രം പ്രാധാന്യം നൽകുന്ന വിഷയമാണ് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസികൾ പരസ്പരവും ലോകത്തോടും ദൈവത്തോടും പാലിക്കേണ്ട കടപ്പാടുകളെ കുറിച്ച് പറയുന്നത്. ഏതാണ്ട് 23 കടപ്പാടുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം 23 വിശ്വാസികളുടെ റെസ്പോൺസിബിലിറ്റീസ്, കടപ്പാടുകൾ, കർത്തവ്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 10-ാമത്തെ വാക്യം നോക്കുക, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. സഹോദര പ്രീതിയിൽ എന്ത് ചെയ്യണം? സ്ഥായി കൊണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ കടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ 9-ാം വാക്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നതാണ് എന്ത്? സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട്. പിന്നീട് മറ്റൊരു പ്രധാന വാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. എബ്രായർ 13:1 സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ഇതെല്ലാം പരസ്പരമുള്ള സ്നേഹത്തെ സംബന്ധിക്കുന്നതാണ്.
സഹോദരപ്രീതി നിലനിൽക്കണം, അതിഥി സൽക്കാരം. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാൻ തീർച്ചയായിട്ടും കാരണമുണ്ടല്ലേ. സഹോദരപ്രീതിയോട് ബന്ധപ്പെട്ട ഒന്നാണ് എന്ത്? അതിഥി സൽക്കാരം. അതൊക്കെ നമ്മള് ദൈവദിനം പഠിക്കുമ്പോൾ, ഇത് ബൈബിൾ ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ശിവമണ്ഡല സഭയിലും ദൈവദാസന്മാരൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. സാധാരണ സഭകളിൽ ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചൊന്നും കാര്യമായ പഠനമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊരു വിഷയമായിട്ട് റജിയൊക്കെ ഒന്ന് കുറിച്ചിട്ട് ഇതൊരു വിഷയമായിട്ടൊക്കെ നിങ്ങളൊക്കെ അതിഥികളെ സൽക്കരിക്കും. ഞങ്ങളാണെങ്കിൽ ഇന്നും വീട്ടിൽ പറഞ്ഞ് ഇന്ന് എവിടാണോ പോകുന്നത് അറിയത്തില്ല. ശിവമൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിക്കിട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സമയം ലാഭം ഉണ്ടായിരുന്നേനെ നിന്ന് പകരം ഞങ്ങൾ പറയുണ്ടായി. അക്കാര്യത്തിലൊക്കെ നമ്മൾ മുമ്പിൽ നിൽക്കും. പക്ഷെ ഇതൊരു ഉപദേശ വിഷയമാണ്, ഇതൊരു പ്രായോഗിക ഉപദേശ വിഷയമാണ്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ചെറുതായി പറയുന്ന ഒരു കാര്യം അല്ല. ഇത് ദൈവമക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിഥികളെ സൽക്കരിക്കാതെ കൃപാവരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സഹോദരപ്രീതിയും അതിഥി സൽക്കാരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു വാക്യം കൂടെ, വേറെ വാക്യങ്ങളുണ്ട്, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അടുത്ത നമ്മുടെ ചിന്തയിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. പത്രോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് പറയുന്ന, ഇപ്പം നമ്മൾ കണ്ടത് രണ്ടും പൗലോസ് ആയിരിക്കാം എബ്രായ ലേഖനം, പൗലോസ് പറഞ്ഞ കാര്യം. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ആ ഈ വാക്യം നമ്മൾ ശരിക്കും ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ പഠനത്തിന് വിടുകയാണ്. എന്നാൽ ഞാൻ അതൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാം, അനലൈസ് ചെയ്ത് വെച്ചേക്കാം. എന്തിനാ ദൈവം നമ്മുടെ ഹൃദയത്തെ നിർമ്മലീകരിച്ചത്? എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ നിർമ്മലീകരിച്ചതെന്നുണ്ട്. എപ്പോഴാ? സത്യം അനുസരിച്ചപ്പോഴാണ്. സത്യം അനുസരിച്ചപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ നിർമ്മലീകരിച്ചു. അടുത്ത ചോദ്യമാണ്, എന്താ, എന്തിനാ നിർമ്മലീകരിച്ചത്? എന്തിനാ നിർമ്മലീകരിച്ചത്? നിർവ്യാജമായ സഹോദര പ്രീതിക്ക് വേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവം നിർമ്മലീകരിച്ചത്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? വളരെ ലളിതമായിട്ട് ഇത്രയും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കട്ടി കൂടിയ വാക്കുകളെല്ലാം കൂടി മാറ്റി വെച്ചിട്ട് ലളിതമാക്കി ഒന്ന് പറഞ്ഞു. എന്താ ഈ വേദനത്തിന്റെ അർത്ഥം? ദൈവം നമ്മളെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണ്? എപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? നമ്മുടെ ഹൃദയം നിർമ്മലീകരിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അല്ലേ? നമ്മുടെ ഹൃദയം നിർമ്മലീകരിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്തിനാ നമ്മളെ രക്ഷിച്ചത്? ലളിതമായ ഭാഷ പറഞ്ഞാൽ മതി. എന്താ? എന്തിനാ നമ്മളെ നിർമ്മലീകരിച്ചത്? എന്തിനാ നമ്മളെ രക്ഷിച്ചത്? നിർവ്യാജമായ സഹോദര പ്രീതി കേട്ടോ. അപ്പോൾ ഇത് വേദപുസ്തകത്തിലെ ഒരു ചെറിയ കാര്യമല്ല, ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സത്യമാണിത്. ദൈവം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സംതൃപ്തരായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, അത് രക്ഷയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ്, അല്ലേ? അത് രക്ഷയിലുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾ ഒന്നെന്താണ്? സഹോദരന്മാരെ സ്നേഹിക്കുക എന്നതാണ് നമ്മളെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം. ഇതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, എന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ ഫിലദൽഫിയ സഭ ഈ കാര്യത്തിന് ഒരു വലിയ മാതൃകയായിരുന്നു. എന്തിന്? സഹോദര സ്നേഹത്തിന് ഒരു വലിയ മാതൃകയായിരുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ സഭയോടുള്ള പഠനത്തില് ഈ
ഫിലദൽഫിയ എന്ന് പറയുന്ന സഭ സൂചിപ്പിക്കുന്ന കാലഘട്ടം, കാലയളവ് 1750 മുതൽ AD 1750 മുതൽ ഉൽപ്രാപണം വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ ഫിലദൽഫിയ സഭ സൂചിപ്പിക്കുന്നത്. 1750 മുതൽ ഉൽപ്രാപണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫിലദൽഫിയ സഭ ഒരു നല്ല മാതൃക സഭയായിരുന്നു. കർത്താവ് ദോഷാരോപണങ്ങളൊന്നും പറയാത്ത ഒരു സഭയായിരുന്നു. സഹോദര പ്രീതിയിൽ മുമ്പിൽ നിന്നിരുന്ന ഒരു സഭയാണ്. ഇനി നമുക്ക് ഈ കർത്താവ് നൽകിയ ഈ ദൂതിനോട് ബന്ധപ്പെട്ട് അതിനുള്ളിലോട്ട് കയറി ഒന്ന് പഠിക്കാൻ ശ്രമിക്കും. ഒന്ന്, നമ്മൾ മറ്റ് സഭകളെ കുറിച്ച് പഠിച്ചതുപോലെ ഒന്നാമത് ഈ പട്ടണത്തെ കുറിച്ചാണ്. ഏതാ? ഫിലദൽഫിയ എന്ന് പറയുന്ന പട്ടണം. നമ്മൾ ഈ 1-ാം അധ്യായം മുതൽ ആവർത്തിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വാക്കാണ് ഏഷ്യയിലെ 7 സഭകൾ. ഈ സഭകൾ അധികം ദൂരമുള്ള സഭകളൊന്നും അല്ലായിരുന്നു. 30-50 മൈലൊക്കെ അകലത്തിലുള്ള സഭകൾ ആയിരുന്നു ഈ സഭകളൊക്കെ തന്നെ. സർദീസിന്റെ കിഴക്ക് ഭാഗത്ത് ഉള്ള ഒരു സഭയായിരുന്നു സർദീസ് സഭ. നമ്മൾ കണ്ടല്ലോ, തൊട്ട് മുമ്പിലത്തെ സഭ ഏതാ? സർദീസ് സഭ. ആ സഭയ്ക്ക് തൊട്ട് കിഴക്ക് 30 മൈൽ ദൂരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു, ഒരു പട്ടണമായിരുന്നു ഈ ഫിലദൽഫിയ എന്ന് പറയുന്നത്. അവിടെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു നിലവിളക്കാണ് ഈ സ്ഥലം സഭ. സ്മുർണയ്ക്കും സർദീസിനും അടുത്താണ് ഈ സ്ഥലം സഭ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ സർദീസിനെ കുറിച്ചും സ്മുർണയെ കുറിച്ചും ഒക്കെ പഠിച്ചതുപോലെ ഹെർമീസ് എന്ന് പറഞ്ഞ നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലം. മറ്റ് നമ്മൾ കണ്ട ആ സഭകളെ പോലെ തന്നെ ആ സ്ഥലത്തൂടെ പോകുന്ന ഒരു വലിയ ഹൈവേ ഉണ്ടായിരുന്നു. അത് റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. അത് ഈ ഫിലദൽഫിയയോട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. മാർക്കറ്റിംഗ് ഹൈവേ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ വ്യാവസായികമായിട്ട് ഈ നഗരങ്ങളെയെല്ലാം, ഈ പട്ടണങ്ങളെയെല്ലാം പുരോഗതിയിൽ എത്തിക്കുവാൻ നിമിത്തമായി തീർന്നത് ഈ ഒരു വലിയ ഹൈവേയാണ്. ഈ ഹൈവേയിലൂടെ റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആളുകൾ വ്യവസായത്തിന് വേണ്ടി വരുന്ന ആളുകൾ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതുപോലെ തന്നെ എഫേസോസിൽ വെച്ച്, എഫേസോസ് എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമാണ്. അവിടെ വെച്ച് പത്രോസ് തൊറന്നോസിന്റെ പാഠശാലയിൽ വെച്ചെടുത്ത ക്ലാസ്സിൽ സംബന്ധിച്ച ആളുകൾ അവിടുന്ന് രക്ഷിക്കപ്പെട്ട് സ്വന്തം നാടുകളിലേക്ക് പോയി ആരംഭിച്ചതാണ് പെർഗമോസും പിന്നെ തുയഥൈരയും ഈ സർദീസും. തുയഥൈരയ്ക്ക് വേറൊരു പശ്ചാത്തലം കൂടെയുണ്ട്. സർദീസും പിന്നെ സ്മുർണയും ഒക്കെ അങ്ങനെ ആരംഭിച്ച സഭകളാണ്. അങ്ങനെ ആരംഭിച്ചതാണ് എന്നതിന് മാത്രമേ ദൈവവചനത്തിൽ തെളിവ് കാണുന്നുള്ളൂ. ഏതെങ്കിലും അപ്പോസ്തലന്മാരോ ആരെങ്കിലും അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചതായി നമ്മൾക്ക് വേദപുസ്തകത്തിൽ രേഖ ഇല്ല. ഇനിയും ഈ സ്ഥലം ഫിലദൽഫിയയെ സംബന്ധിച്ച് പഠിച്ചാൽ ഇതൊരു നദീതട പ്രദേശമാണ്. നദീതട പ്രദേശമായിരുന്നത് കൊണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്ത് ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു.
അവിടുത്തെ പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു. ധാരാളം മുന്തിരി തോട്ടം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഈ ഫിലദൽഫിയയുടെ ആരാധനാമൂർത്തിയായ ദേവന്റെ പേര് ഡയോണിയസ് എന്നാണ്. ഇവിടെയുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിജാതീയ ദേവൻ. ഇവിടെ യഹൂദന്മാരും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ സഭയ്ക്ക് അകത്തോട്ട് കയറി പഠിക്കുമ്പോൾ യഹൂദന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന യവനന്മാർ, അഥവാ യവനന്മാർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രേക്ക്. അവരാരാധിച്ചിരുന്ന ദേവനാണ് ഡയോണിയസ് എന്ന് പറയുന്ന ദേവനെയാണ് ഇവര് ആരാധിച്ചിരുന്നത്. പണ്ഡിതന്മാരുടെ അഭിപ്രായം 1-ാം ലോക മഹായുദ്ധകാലം വരെ. 1-ാം ലോക മഹായുദ്ധം എന്നായിരുന്നു? എന്നാ തുടങ്ങിയത്? 1939 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്, അല്ലേ? 1939 ഇപ്പോഴായിരിക്കും ഓർമ്മ വന്നത്, അല്ലേ? 1939 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ആ കാലഘട്ടം വരെ ഫിലദൽഫിയയിൽ സഭ നിലനിന്നിരുന്നു. നാമമാത്രമായിട്ടെങ്കിലും ദൈവസഭ ആ കാലഘട്ടം വരെ നിലനിന്നിരുന്നു. ഈ സ്ഥലത്തിന്റെ ഇന്നത്തെ പേര്, ഫിലദൽഫിയയുടെ ആധുനിക നാമത്തെ നമുക്കാർക്കും പിടികിട്ടുന്നതല്ല. ഞാനും ഇത് ആദ്യമായിട്ട് വായിക്കുകയാണ്. ഇന്നത്തെ പേര് അലാഹ് ഷഹർ എന്ന പേരാണ്. അലാഹ് ഷഹർ എന്നാണ് ഇന്നത്തെ ഫിലദൽഫിയയുടെ പേര്. ഈ സ്ഥലം, ഈ പട്ടണം BC 189 സ്ഥാപിതമാണ്. BC 189 ഫിലദൽഫിയ എന്ന് പറയുന്ന നഗരം ബിൽഡപ്പ് ചെയ്യുന്നത്, അഥവാ സ്ഥാപിതം ആകുന്നത്. ഇയൂമിനിസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനായ അറ്റാലസ് രണ്ടാമൻ എന്ന് പറഞ്ഞയാളാണ് ഈ സ്ഥലം സ്ഥാപിക്കുന്നത്, ഈ പട്ടണം സ്ഥാപിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നിക്നെയിമാണ്, ചെല്ലപ്പേരാണ് ഫിലദൽഫസ്. ഇദ്ദേഹത്തിന്റെ ഈ പട്ടണം സ്ഥാപിച്ച ആളിന്റെ ചെല്ലപ്പേര്, നിക്നെയിം. അതിന് നിക്നെയിം എന്നുള്ളതിന് വേറൊരു വാക്കെന്താ? ചെല്ലപ്പേര്, ഓമനപ്പേരെന്നായിരിക്കും, അല്ലേ? ഓമനപ്പേരായിരിക്കും, അല്ലെങ്കിൽ ഇരട്ടപ്പേരെന്ന് പറയും. നിക്നെയിം എന്നുള്ളതിന് പ്രധാനമായിട്ടും പറയുന്നത് എന്താ? ഇരട്ടപ്പേര്. അവന്റെ നിക്നെയിം എന്ന് പറഞ്ഞാൽ ഇരട്ടപ്പേര്. നമ്മളൊരു തെറ്റായ അർത്ഥത്തിലാണ് ഈ നിക്നെയിമിനെ കാണുന്നത്. എനിക്കും ഈ നിക്നെയിം ഒക്കെ എൻ്റെ കൂട്ടുകാരിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ പിന്നെ നാളെ തൊട്ടത് വിളിച്ചെങ്കിൽ അത് പ്രയാസമാവും. അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള പേര്. ഇദ്ദേഹത്തിന്റെ പേര് ഫിലദൽഫസ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആ നിക്നെയിം. ആ പേരിൽ നിന്നാണ് ഫിലദൽഫിയ എന്നുള്ള പേര് ഉണ്ടാകുന്നത്. ഇനിയും കുറെ ചരിത്രങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചരിത്ര ഭാഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇതിനെ അറിയപ്പെട്ടിരുന്നത്, ഫിലദൽഫിയയെ അറിയപ്പെട്ടിരുന്നത് തന്നെ ദ ഗേറ്റ് വേ ഓഫ് ഈസ്റ്റ് എന്നാണ്. കിഴക്കിന്റെ വാതിൽ, കിഴക്കിന്റെ കവാടം എന്നാണ് ഫിലദൽഫിയ എന്ന് പറയുന്ന പട്ടണത്തെ അറിയപ്പെട്ടിരുന്നു പോലും. എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നവർക്കും ബിസിനസ്സിനും വേണ്ടി, വ്യവസായത്തിനും വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു വാതിലായിരുന്നു. മറ്റൊന്ന്, പണ്ഡിതന്മാർ പറയുന്നത്, ഇതിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്, ഫിലദൽഫിയയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കടലിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു വാതിൽ പോലെ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
കിഴക്കിന്റെ വാതിൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. നമ്മള് സർദീസ് സഭയെ കുറിച്ച് കണ്ടതുപോലെ തന്നെ സർദീസ് സ്ഥലം, ഈ ഫിലദൽഫിയ എന്ന് പറഞ്ഞ സ്ഥലവും കൂടെ ഭൂകമ്പങ്ങൾ, ഭൂചലനം കൂടെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും ഒടുവിൽ അവിടെ ഭൂചലനം സംഭവിച്ച ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഭയ്ക്കുള്ള ദൂതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഭൂചലനം നടന്നത് AD 17. ഈ ഭൂചലനം കഴിഞ്ഞതിന് ശേഷം സർദീസ് പട്ടണം പുനരുദ്ധരിച്ചതുപോലെ തന്നെ ഫിലദൽഫിയയും മഹാനായ തിബരിയോസ് കൈസർ ഈ സ്ഥലം പുനരുദ്ധരിച്ചവർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ആണ് ഈ ഫിലദൽഫിയ പട്ടണം പ്രധാനമായും ഒരു വാണിജ്യ കേന്ദ്രമായി, ജനവാസ സ്ഥലമായി, ആളുകൾക്ക് പോകുകയും വരികയും താമസിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറ്റപ്പെട്ടു. അവിടെയൊക്കെ സുവിശേഷം എങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മൾ കണ്ടത്. എങ്ങനെ ആയിരിക്കണം? എഫേസോസിൽ വെച്ച് പൗലോസിന്റെ സുവിശേഷ പ്രഭാഷണം കേട്ട് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം ഇവിടെ വന്ന് ഈ സഭയും ആരംഭിച്ചത്. നമ്മള് ഇതിന്റെ ഇന്നത്തെ പേരും മനസ്സിലാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്, ഒന്ന് ഫിലദൽഫിയ എന്ന പട്ടണം. രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 7-ാം വാക്യത്തിൽ നോക്കിയാണ്. ഇനിയും ഫിലദൽഫിയയിലെ സഭ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ, ഫിലദൽഫിയ സഭയെ കുറിച്ച് നമ്മൾക്ക് ഇനിയും ചെറിയ തോതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഈ പഠനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ലാതെ വേറെ ബൈബിളിൽ ഒരിടത്തും പരാമർശം ഇല്ല. പുതിയ നിയമത്തിലാണ് ഉണ്ടാകേണ്ടത്. ഈ ഫിലദൽഫിയ സഭയെക്കുറിച്ച് ഇവിടെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും പരാമർശമില്ല. രണ്ടാമത്, ഈ സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഫിലദൽഫിയയിലെ സഭയ്ക്ക് കർത്താവ് നൽകുന്ന ദൂതാണ്, അല്ലേ? കർത്താവ് ദൂത് നൽകുന്നത് കൂടാതെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്ഥലത്ത് വന്ന്, അഥവാ ഈ സ്ഥലം സഭ സന്ദർശിച്ച് അവരോട് വചനം പറഞ്ഞ ഒരു സഭാചരിത്രത്തിലെ ഒരു സഭാപിതാവുണ്ട്. ആ സഭാപിതാവിന്റെ പേര് ഇഗ്നാത്തിയോസ് എന്നാണ്. നമ്മളെ ഇംഗ്ലീഷിൽ പറയുന്ന ഇഗ്നാത്തിയോസ് എന്നായിരിക്കുമല്ലോ പറയുന്നത്, പിന്നെ ഇഗ്നേഷ്യസ് എന്നാണ് പറയുക. ഇഗ്നേഷ്യസ് എന്ന് ഇംഗ്ലീഷിലും, അത് മലയാളീകരിച്ചാൽ ഇഗ്നാത്തിയോസ് എന്നും വിശേഷിപ്പിക്കും. ഇദ്ദേഹത്തെ റോമിൽ വെച്ച് ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയാണ്, രക്തസാക്ഷിയായി തീരുകയാണ് ഇഗ്നാത്തിയോസ്. ഈ ഇഗ്നാത്തിയോസ് റോമിലേക്ക് പോകുന്ന വഴി, നമുക്കറിയാം പൗലോസ് റോമിലേക്ക് പോകുന്ന ഒരു യാത്ര അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ഇതുപോലെ ഇദ്ദേഹം രക്തസാക്ഷിയാകുവാൻ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം ഫിലദൽഫിയ സഭ സന്ദർശിച്ചു. അദ്ദേഹം പോകും വഴി ആ സഭയിൽ സന്ദേശങ്ങൾ നൽകുകയും ദൈവവചനത്തിൽ ഈ സ്ഥലം സഭയെ ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് പോയതിനു ശേഷം, ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം, പോയതിനു ശേഷം അദ്ദേഹം റോമിൽ നിന്ന് ഫിലദൽഫിയ സഭയ്ക്ക് താൻ എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് ബൈബിളിൽ ഇല്ല,
എന്നാൽ ചരിത്രത്തിൽ അത് ലഭ്യമാണ്. ഈ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടും അവരുടെ സ്നേഹത്തെയും അവരുടെ പ്രത്യാശയെയും അനുസ്മരിച്ചുകൊണ്ടും ഇഗ്നാത്തിയോസ് ഒരു ലേഖനം ഇവർക്ക് എഴുതുകയുണ്ടായി. സ്മിർനയിൽ സഭയിലെ അനേക ദൈവമക്കൾ രക്തസാക്ഷികളായപ്പോൾ, പോളികാർപ്പ് രക്തസാക്ഷിയായപ്പോൾ, ആ നിരയിൽ രക്തസാക്ഷിയായി തീർന്ന ഒരാളാണ് ഈ ഇഗ്നാത്തിയോസ് എന്ന് പറയുന്ന സഭാ പിതാവ്. അപ്പോൾ ഈ സഭയ്ക്ക് കർത്താവിനോട്, ഇവിടെ നമ്മൾ കണ്ടതാരാ? കർത്താവിനോട് ബന്ധമുള്ളതുപോലെ, കർത്താവ് കൊടുത്ത ദൂതാണ്. കർത്താവിനോട് ബന്ധമുള്ളതുപോലെ തന്നെ ഈ സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്ന ഒരു സഭാപിതാവാണ് ഇഗ്നാത്തിയോസ് എന്ന ദൈവദാസൻ. ഇനിയും ഈ സഭയ്ക്ക് ലേഖനം എഴുതുന്ന കർത്താവ്, അപ്പം ഒന്ന് പട്ടണം ഏതാ? ഫിലദൽഫിയ എന്ന് പറഞ്ഞ പട്ടണം, രണ്ട് ഫിലദൽഫിയ സഭ. ഇത് രണ്ടും നമ്മൾ കണ്ടു. ഇനി മൂന്നാമത് 7-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. ആരാണ് എഴുതുന്നത്? ദ കറസ്പോണ്ടന്റ്, ലേഖകൻ. ആരാണ് ഈ ലേഖനം കൊടുക്കുന്നത്? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. കർത്താവിനെ സംബന്ധിക്കുന്ന 4 പ്രത്യേകമായ വിശേഷണങ്ങൾ ഇവിടെയുണ്ട്. ഇത് 4ഉം വളരെ വിശദമായി പഠിക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ഞാൻ വളരെ ചുരുക്കമായി ഈ 4 വിശേഷണങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവിനെ സംബന്ധിച്ച് പറയുന്നത്, ഈ ലേഖനം നൽകുന്ന കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താ? വിശുദ്ധൻ എന്ന 4 വിശേഷണങ്ങളും. അത് നമ്മൾക്ക് ആ 4 ഒന്ന് കാണാം. ഒന്ന്, വിശുദ്ധനാണ്. പിന്നെ 2, സത്യവാനാണ്. 3, ദാവീദിന്റെ താക്കോലുള്ളവനാണ്. 4, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും മഹത്തരമായ ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നത്. കർത്താവിനെ അറിയാതെ നമ്മൾ ആരാധിച്ചാൽ ആ ആരാധന ദൈവപ്രസാദകരമായ ആരാധന ആകുകയില്ല. ഞാൻ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനയിൽ കേന്ദ്രമാക്കുന്നത് നമ്മളെയാണ്, അല്ലെ? നമ്മുടെ ആരാധനയിൽ മുഖ്യ വിഷയം ആരാ? നമ്മൾ തന്നെ, അല്ലേ? നമ്മുടെ മിക്ക ആളുകളും എന്നെ രക്ഷിച്ചു, എന്നെ നടത്തി, എന്നെ പരിപാലിച്ചു, എന്നെ നരകത്തിൽ നിന്ന് വിടുവിച്ചു, എന്നെ അല്ലേ? പക്ഷെ ആരാധന എപ്പോഴാണ് ദൈവപ്രസാദകരമാകുന്നതെന്നറിയാം? എപ്പോഴാണ്? തിരിച്ചാവുമ്പോഴാണ്. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. ഇനി മറ്റൊരു വിഷയത്തിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മള് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ആരാധനയോട് ബന്ധപ്പെട്ടും കർത്താവിനെ സംബന്ധിച്ചും തിയോളജി സംബന്ധിച്ചും ദൈവശാസ്ത്രം സംബന്ധിച്ചും ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേദന, കൈക്ക് പെട്ടെന്ന് ഒരു വേദന വരികയാണെങ്കിലൊക്കെ യേശുവേ സ്തോത്രം, യേശുവെ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞിട്ടോടെ തന്നെ എന്റെ മനസ്സിൽ വരുന്ന ഒരു മാനുഷിക ചിന്ത, ഇത് മനുഷ്യന്റെ ചിന്തയാണ് കേട്ടോ, നിങ്ങൾ ചിരിച്ചു തള്ളാൻ സാധ്യത. എന്റെ മനസ്സിൽ വരുന്നത്, എന്റെ അങ്ങ് പിണങ്ങി കാണോ, ഞാൻ യേശുവിനെ അല്ലയോ വിളിച്ചത്,
അങ്ങനെയല്ലല്ലോ വിളിച്ചത്. അല്ലെ? ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഒരുപാട് ചിന്തിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കുഴപ്പമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ വിളിച്ചാലും ദൈവത്തെ വിളിച്ചാലും പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും വെവ്വേറെ കാണരുത്. വെവ്വേറെ കാണരുത്. യേശുവിനെ ആരാധിക്കുന്നത് പിതാവായ ദൈവത്തെ ആരാധിക്കുക. പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് ത്രിയേക ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് ആരാധനയ്ക്ക് യോഗ്യനാണോ? ആണോ? എന്താ സംശയം? ഈ ദൈവം എന്നുള്ള ആ സത്യം നമ്മൾ പഠിക്കുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഏറ്റക്കുറച്ചിലായി കാണരുത്. ഇതിലാരും വലിയവരില്ല, ആരും ചെറിയവരുമില്ല, തുല്യരായിട്ട് കാണണം. ഞാനിപ്പം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട്. ഈ അടിമാലിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്കൊക്കെ തരാം, കയറിയാൽ നല്ലതാണ്. 5-ാം അധ്യായമാണ് പഠിക്കുന്നത്. അവിടെ യേശുക്രിസ്തു തൻ്റെ വാക്കുകളിൽ കർത്താവ് താൻ തന്നെ പറയുന്നു, താനും പിതാവും സമന്മാരാണ്. പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം സംബന്ധിച്ച് 8 ആശയങ്ങൾ, 8 കാര്യങ്ങൾ കർത്താവ് തന്നെ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണിനത് പിടിച്ച് കണ്ടു കാണുകയാണ് 8 കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ യേശു എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് പിതാവായ ദൈവത്തെ വേർപെടുത്തി കാണാൻ പാടില്ല. ഇവിടെ ദൈവം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ യേശുക്രിസ്തു താൻ തന്നെ ഫിലദൽഫിയ സഭയോട് പറയുന്ന 4 വിശേഷണങ്ങളാണ്. ഒന്ന് എന്താ? വിശുദ്ധൻ എന്നുള്ളതാണ്. സൂക്ഷിച്ച് ഈ ആശയം നമ്മൾ പഠിച്ചാൽ, മൂലഭാഷയോട് ചേർത്ത് നമ്മൾ പഠിച്ചാൽ, ഈ ആശയത്തിൽ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധൻ എന്നുള്ളതിന് പഴയ നിയമ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പരിശുദ്ധൻ എന്ന വാക്ക്. കേവലം വിശുദ്ധൻ എന്ന വാക്കല്ല കേട്ടോ. മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ 2-നും ഹോളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. എന്നാൽ മലയാളത്തിൽ അത് ഹീബ്രുവിനോടും ഗ്രീക്കിനോടും നീതി പുലർത്തിക്കൊണ്ട് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പരിശുദ്ധൻ എന്ന വാക്കാണ്. അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് ചില വചനങ്ങൾ ഒന്ന് നോക്കാം. ഒത്തിരി വാക്യങ്ങളുണ്ട് ഈ പരിശുദ്ധൻ എന്നുള്ളത്. നമ്മൾക്ക് ഒരുവിധം പരിചയമുള്ള ചില വചനങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. നോക്കണം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതേതാ? യെശയ്യാവ് വലിയവനായ ദൈവത്തെ കാണുന്ന രംഗം. അവിടെ യെശയ്യാവ് കേൾക്കുന്നത് സാറാഫുകൾ ദൈവത്തിന് ചുറ്റും നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഈ 6 ചിറകിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അത് നമുക്കറിയാം. ഇവര് പരസ്പരം പറയുന്നത് എന്താ? അത്യുന്നതനായ ദൈവം ആരാ? വിശുദ്ധൻ 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 എന്നല്ല, പിന്നെ അത്യുന്നതനായ ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനായ ദൈവമാണ്. സാമുദായിക സഭകൾ അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അടുത്തു വരുന്നത് കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ ദൈവം പരിശുദ്ധനാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തില്, ഇയ്യോബിന്റെ പുസ്തകത്തില്, സങ്കീർത്തനങ്ങളിലെല്ലാം ഈ പരിശുദ്ധൻ എന്ന പദം ആവർത്തിച്ചു വരുന്നുണ്ട്, വിശേഷണം ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വന്നാലോ, യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ പരിശുദ്ധൻ എന്ന്
വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ എല്ലാ ഭാഗമൊന്നും എടുക്കുന്നില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, മർക്കോസ് 1-ന്റെ 24 നോക്കുക. മർക്കോസ് 1-24. ഇത് ആരാ പറയുന്നതെന്നറിയാമോ? യേശുക്രിസ്തുവിനെ നോക്കി പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത് ആരാ? മനുഷ്യരാരുമല്ല വിളിക്കുന്നത്. നോക്കിക്കേ, 1-ന്റെ 24. നീ ആരെന്ന് ഞാൻ അറിയുന്നു. നീ ആരാ? ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇനി ആ വചനം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതാരാ പറയുന്നത്? പത്രോസാന്ന് പറയുന്നത്. ആരാ? അശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഒരു ദുരാത്മാവ്, ഭൂതം വിളിച്ചു പറയുകയാണ്. പിശാച്, തനി നാടൻ ഭാഷ പറഞ്ഞാൽ ആരാ? പിശാച് പറയുകയാണ്, നീ ആരാണ്? പഴയ നിയമത്തിൽ ഇശ്രായേലിന്റെ പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണോ, ആ പരിശുദ്ധനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദണ്ഡിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചോണ്ട്, നീ ആരാണ്? നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധനെന്ന് ദുരാത്മാവ് പറയുകയാണ്. ഇനിയും ഈ ആശയം തന്നെ ഗ്രീക്ക് ഭാഷയോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇതേ കാര്യം തന്നെയാണ്, ഇതേ വാക്ക് തന്നെയാണ് കർത്താവിന്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. മലയാളം വിവർത്തനത്തിൽ അങ്ങനെയല്ല കേട്ടോ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ദൂതൻ വന്ന് മറിയയോട് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ, എല്ലാവർക്കും ഈ ഭാഗങ്ങളൊക്കെ ഹൃദയസ്ഥമാണ്, മനപ്പാടം അറിയാവുന്ന ധാരണയിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോവുക, എൻ്റെ ധാരണ തെറ്റാതിരിക്കട്ടെ. ഈ ദൂതൻ വന്ന് പറയുന്നൊരു വാചകമുണ്ട്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? വിശുദ്ധ പ്രജ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്താൽ എങ്ങനെയാണെന്നറിയാമോ? വിശുദ്ധ പ്രജ എന്നല്ല, പിന്നെ ആകയാൽ ഉത്ഭവിക്കുന്ന പരിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? പിതാവായ ദൈവത്തെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ യേശുക്രിസ്തു ആരാണ്? പരിശുദ്ധനായ ദൈവമാണ്. ഇനി നമ്മൾക്ക് ചില വചനങ്ങൾ കൂടെ 1-2 വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. പത്രോസ് യേശുക്രിസ്തുവിനെ വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അതിൽ ഗ്രീക്ക് വിവർത്തനമൊന്നും വേണ്ട, മലയാള വിവർത്തനത്തിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. നോക്കുക, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 69-ാം വാക്യം. കർത്താവിനോട് നേരിട്ട് ശീമോൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണ്. 6-ന്റെ 69. നീ ദൈവത്തിന്റെ ആരാ? നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഇതാരാ പറയുന്നത്? ഇത് ദുർഭൂതമല്ല പറയുന്നത്, ഇത് പത്രോസ് അപ്പോസ്തലൻ പറയുക. അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഇതേ കാര്യം തന്നെ പത്രോസ് സുന്ദരമെന്ന ഗോപുരഭാഗത്തിലിരുന്ന മുടന്തനെ സൗഖ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകി കഴിഞ്ഞിട്ട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമുണ്ട് 3-ാം അധ്യായത്തിൽ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ. ആ പ്രസംഗത്തിൽ യഹൂദന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. നോക്കുക, 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 3-ന്റെ 14. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ന്റെ 14. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. യേശുക്രിസ്തുവിനെ പത്രോസ് വിളിച്ചിരിക്കുന്നത് എന്താ?
പരിശുദ്ധൻ. നമുക്കിനി നമ്മുടെ പഠന ഭാഗത്തേക്ക് വരാം. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇതേ വാക്കാണ് വന്നിരിക്കുന്നത്. എന്താ? യേശുക്രിസ്തു ആരാണ്? പരിശുദ്ധനും സത്യവാനുമാണ്. പരിശുദ്ധനാണ് കർത്താവായ യേശുക്രിസ്തു. ഇതോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന ഉപദേശം ഇനിയും ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആരും മറക്കരുത്, ഓർത്തിരിക്കണം. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഒരിക്കലും മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തെ വിശേഷിപ്പിക്കുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹോളി എന്നുള്ള വാക്ക്. പരിശുദ്ധൻ അഥവാ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്കാ? ഹോളി എന്നുള്ള വാക്ക്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു പരിശുദ്ധൻ, വിശുദ്ധൻ. മിക്കവാറും എല്ലാവർക്കും ഒക്കെ ഇംഗ്ലീഷൊക്കെ അറിയാം. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളം പോലെ ആയിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഹോളി എന്ന് പറഞ്ഞിട്ടുണ്ട്? വിശ്വാസികളുടെ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹോളി എന്നല്ല, സെയിൻസ് എന്ന വാക്ക്. വിശുദ്ധന്മാർ. ദൈവത്തെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നിടത്തെല്ലാം ഹോളി എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ. അതേസമയം വിശ്വാസികളെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്ന എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാരും ഇതൊന്നും മനസ്സിലാക്കിയെങ്കിലും ഒന്ന് പറയാം. രണ്ടും വിശുദ്ധി വിശുദ്ധി എന്ന് വരുന്നുണ്ട്, പക്ഷെ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. എന്താ? സെയിൻസ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഹോളിയും സെയിൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവം പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപവുമായി ബന്ധമില്ലാത്തവൻ എന്നാണ്. എന്താ? പാപവുമായി ബന്ധമില്ലാത്തവൻ എന്നാണ് ദൈവത്തിന്റെ വിശുദ്ധിയെ. സെപ്പറേറ്റ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് വേർപെട്ടവൻ. ദൈവത്തിന് ഈ പാപത്തെ തൊടാൻ പറ്റത്തില്ല. പാപവുമായി ബന്ധമില്ലാത്തവനാണ് ആര്? ദൈവം. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് പാപികളോട് വേർപെട്ടവൻ. വാസ്തവത്തിൽ പാപികളോട് വേർപെട്ടവൻ എന്നതിനേക്കാൾ ഏറ്റവും ശരി എന്താ? പാപത്തോട് വേർപെട്ടവൻ. 3 പ്രയോഗങ്ങളില്ലേ? നമ്മളൊക്കെ പരസ്യയോഗത്തിന് പ്രസംഗിക്കുമ്പോൾ ഞാനും ചാൾസ് സൗകര്യനും നമ്മളൊക്കെ പരസ്യയോഗത്തിന് പ്രസംഗിച്ച പറയുന്ന എന്താ? പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. യേശുക്രിസ്തുവിന്റെ 3 മഹത്വം. പാപമില്ലാത്തവൻ. നമ്മളെ കുറിച്ച് ഇത് പറയാൻ പറ്റുമോ? രണ്ട്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവർക്ക് പാപം അറിയാത്തവൻ. നമ്മളെ കുറിച്ച് ഇത് പറയാൻ പറ്റുമോ? 3, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു പാപം ചെയ്യാത്തവൻ. നമ്മളെ കുറിച്ച് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇതാണ് കർത്താവിന്റെ വിശുദ്ധിയും നമ്മളുടെ വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. പലരും ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന്റെ വിശുദ്ധിയും രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ വിശുദ്ധിയും രണ്ടും രണ്ടാണ്.
ദൈവത്തിന്റെ വിശുദ്ധി പാപത്തോട് ബന്ധമില്ലാത്ത വിശുദ്ധിയാണ്. എന്നാൽ നമ്മുടെ വിശുദ്ധി പാപത്തോട് ബന്ധപ്പെട്ടവരാണെങ്കിലും ദൈവം നമ്മളെ എന്ത് ചെയ്തു? വേർതിരിച്ചു എന്നുള്ളതാണ്. എവിടെ നിന്ന്? പാപത്തോട് ബന്ധപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു. നമ്മുടെ വിശുദ്ധിക്ക് വേദപണ്ഡിതന്മാർ, അത് ശരിയാണ്, വേദപുസ്തകാടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണെന്നറിയാമോ? സെറ്റ് എപ്പാർട്ട് എന്ന്. എന്താ? പാപത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചിരിക്കുന്നു. നമുക്ക് ഇതോട് ചേർത്ത് ഒരു വചനം, നമ്മൾക്ക് പത്രോസ് പറഞ്ഞിരിക്കുന്ന ഒരു വചനം നോക്കുക. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നോക്കണം, ഇവിടെ പരിശുദ്ധനായ കർത്താവുണ്ട്, പിന്നെ കർത്താവിനാൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും, രണ്ടുമുണ്ട്. നിങ്ങളെ വിളിച്ചവനാരാ? പത്രോസിനെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചതാരാ? വിശുദ്ധനാണ്. ആ വിശുദ്ധനാണ് ആരാണ്? പരിശുദ്ധനാണ്. ആ വിശുദ്ധൻ ആരാണ്? പാപത്തോട് ബന്ധമില്ലാത്തവനാണ്, പാപത്തിൽ നിന്ന് വേർപെട്ടവനാണ്. നിങ്ങൾ അത് ഓർക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പാപവുമായി ബന്ധമില്ലാത്ത വിശുദ്ധനാണെന്നോർത്തുകൊണ്ട് നിങ്ങൾ ആരാകണം? നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. നമ്മളെ വിശുദ്ധീകരിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വിശുദ്ധരായി ജീവിക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് താൻ സമ്പൂർണമായി ആരായിരിക്കുന്നതുകൊണ്ടാണ്? വിശുദ്ധൻ ആയിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ദൈവം യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയും നമ്മുടെ വിശുദ്ധിയും തമ്മിൽ ഉണ്ട്, വ്യത്യാസം ഉണ്ട്. ദൈവത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയിൽ ഒരു കുറവ്, ഒരംശം പോലും വിശുദ്ധിയിൽ എന്തില്ല? കുറവില്ല. നമ്മൾക്കോ നമ്മൾ എത്തിച്ചേരാൻ ഇനി ഒരുപാട് ദൂരം ഉള്ള വിശുദ്ധിയാണ് നമ്മൾക്കുള്ളത്. ഈ പത്രോസിന്റെ ലേഖനത്തിലെ ആ വചനം സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റൊന്ന് തിരുത്തിക്കോട്ടെ, കേട്ടിട്ടുള്ളത് അത് പൊറുക്കുക. കേൾക്കാത്തവർക്കായിട്ട്, മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് ഇവിടെ ദൈവമക്കളെ വിശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ നോക്കി 16-ാം വാക്യം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ വാക്യം ഒരുപാട് സ്ഥലങ്ങളിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ തന്നെ തെറ്റായിട്ടാണ് വായിക്കുന്നതും പഠിപ്പിക്കുന്നത്. കേട്ടോ? എല്ലാവരും വേദപുസ്തകം ശ്രദ്ധിച്ചിരിക്കണേ. ഇതൊക്കെ അടിസ്ഥാനപരമായ സത്യങ്ങളായി പറയും. ഒത്തിരി പേര് വചനം തെറ്റിച്ചാണ്. അത് എഴുതിയിരിക്കുന്നത് പോലല്ല വായിക്കുന്നത്. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ലേവ്യ പുസ്തകത്തിലെ ഒരു വചനമാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകും. മിക്കവാറും എല്ലാവരും പ്രസംഗിക്കുമ്പോ പറയുന്ന എന്താണെന്നറിയാമോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ സജിതോര? കുഞ്ഞുങ്ങളൊക്കെ വചന ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുമ്പോ
ഇവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കുന്നതുകൊണ്ട് തെറ്റിച്ചോണം, ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുത്. ഈ വചനം എങ്ങനാ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിശുദ്ധരായിരിക്കുന്നതാണോ? ആണോ? എന്താന്ന് നിങ്ങളാരും ഉണ്ടാക്കുക? കർത്താവ് പറഞ്ഞ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ പറയട്ടെ, ലോകത്തിലേതു വലിയ കെടികെട്ടിയ വിശുദ്ധനും എത്ര വിശുദ്ധി പാലിച്ചാലും കർത്താവിനെ പോലെ വിശുദ്ധനാകാൻ കഴിയില്ല. പറ്റുമോ? അതുകൊണ്ട് കർത്താവ് കരുതിക്കൂട്ടിയാ പറഞ്ഞത്, എന്നെപ്പോലെ നിങ്ങൾക്ക് ആരാകാൻ പറ്റുകയില്ല, വിശുദ്ധരാകുവാൻ പറ്റുകയില്ല. എന്നാൽ ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. തെറ്റിക്കരുത് കേട്ടോ. ഇനി എന്നെ കേൾക്കെ ആരെങ്കിലും തെറ്റിച്ചാൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പടിയെടുക്കും. ദൈവവചനത്തിലെ അടിസ്ഥാന സത്യങ്ങൾക്ക് വിരുദ്ധമായതൊക്കെ കർത്താവിനോളം വിശുദ്ധിയിലെത്താൻ ആർക്കും സാധിക്കുകയില്ല. നോക്കുക, ഇവിടെ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്ന ആദ്യത്തെ വിശേഷണം, കർത്താവ് ആരാണ്? പരിശുദ്ധനാണ്, ഹോളി വൺ. ഇസ്രായേലിന്റെ പരിശുദ്ധനെന്ന് യഹോവയായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനി രണ്ടാമത് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരായിട്ടാണ്? സത്യവാൻ. ഇത് വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. ഈ വിശുദ്ധനും സത്യവാനും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ചിലയിടത്ത് ഇത് ആവർത്തിക്കുന്നുണ്ട്. മറ്റു പലയിടത്തും നീതിമാനും സത്യവാനുമായവൻ എന്നൊക്കെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സംഘടിത നാമമാണ്. കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശേഷണം സംബന്ധിച്ചുള്ള ഒരു സംഘടിത പ്രയോഗമാണ്. സംഘടിത പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വിശേഷണം. എന്താ വിശേഷണം? കർത്താവ് പരിശുദ്ധനാണ്, ഒപ്പം ആരോടാണ്? സത്യവാനോട്. ഇത് രണ്ടും ഇരട്ട പെറ്റ മക്കളെ പോലെ ചേർന്നിരിക്കുന്നതാണ്. ഏതൊക്കെ? വിശുദ്ധിയും സത്യവും. കർത്താവിന്റെ വിശുദ്ധിയുടെ ഒരു കാരണം കർത്താവ് സത്യവാൻ ആകുന്നു എന്നുള്ളതാണ് വിശുദ്ധിയുടെ ഒരു കാരണം. തുടർന്ന് വരുന്നിടത്ത് നീതിമാനും സത്യവാനും എന്നൊക്കെ ആവർത്തിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന്റെ അർത്ഥം ഞാൻ ചുരുക്കി പറയാം. കാപട്യം ഒരൽപ്പം പോലും ആരിലില്ല, കർത്താവിൽ ഇല്ല. കർത്താവ് വിശുദ്ധനാണ്, ഒപ്പം ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വർത്തി എന്ന് ഇംഗ്ലീഷിൽ പറയാം. വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ എന്നാണ്. സത്യവാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരിക്കുമുള്ള അർത്ഥം പരിശുദ്ധരായ കർത്താവിനെ ആർക്കും എന്ത് ചെയ്യാം? വിശ്വാസയോഗ്യനാണ് കർത്താവ്. നമ്മള് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ വചനം വിശ്വാസ യോഗ്യമാണ്. ഈ വചനം പിന്നെ പരസ്യത്തിനൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. എവിടെയും പറയുന്ന ഒരു വാക്ക്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എന്താ?
വിശ്വാസ്യം, വിശ്വസിക്കത്തക്കത് എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പരിശുദ്ധനാണ്, ഒന്ന് ഞാന് സത്യവാനാണ് എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളാം. ഈ സത്യത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. 1 യോഹന്നാൻ 2:21. ഒന്ന് നോക്കാം. 1 യോഹന്നാൻ 2:21. ദിവസം എടുക്കാൻ താമസമാണോ? അവിടെയാണ് പിന്നെ ബൈബിളിൽ അടിവരയിടാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അടിയിൽ വരയ്ക്കേണ്ടത് അവിടെ. എന്താ? സത്യത്തിൽ നിന്ന് എന്ത് വരികയല്ല. മനസ്സിലായോ? ഇതാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന സത്യം. ഭോഷ്ക ഒരിക്കലും വരാത്ത സത്യമാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മളെ ഈ കർത്താവാണ് രക്ഷിച്ചിരിക്കുന്നത്. നമ്മളും എവിടോട്ടാ വന്നിരിക്കുന്നത്? യോഹന്നാന്റെ 2-ാം ലേഖനം ദൈവം അനുവദിച്ചാല്, ദൈവം അനുവദിക്കുന്നതല്ല, നിങ്ങളെ വീട്ടിൽ ചെന്ന സമയമുണ്ട്. സമയം എടുക്കുമെന്നുള്ളതാണ് വിഷയം, അല്ലേ? സമയം എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ 2-ാം അധ്യായം ഒരുങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിക്കണം. 2-ാം ലേഖനം. 2-ാം അധ്യായം ഇല്ല. 2-ാം ലേഖനത്തിന് എത്ര അധ്യായമേ ഉള്ളൂ? ഒരൊറ്റ അധ്യായം. അവിടെ ഗായസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രയോഗമുണ്ട്, അവന് സത്യത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ചു. എന്തിനാല്? എന്തിനാല്? ഒന്നും മിണ്ടുന്നേ. ചില ഓറൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, മഴയുടെ തണുപ്പൊക്കെ. എന്താ? സത്യത്താൽ സാക്ഷ്യം. നമ്മുടെ എല്ലാവരുടെയും പണി എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞ ആ വാക്യം എന്താ? സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, സത്യതൽപരരായവർ എൻ്റെ വചനം കേൾക്കുന്നു. നമ്മൾ സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. തെരുവിൽ നിന്നാണെങ്കിലും, ഹോളിൽ നിന്നാണെങ്കിലും, ഭവനയോഗത്തിനാണെങ്കിലും, വീട്ടിൽ നിന്നാണെങ്കിലും നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? സത്യത്തിന് സാക്ഷ്യം പറയുക. സത്യത്തെ പറ്റി സാക്ഷ്യം പറയുക. എന്നാൽ ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ഗായസിന് സാക്ഷ്യം കിട്ടിയത് എവിടുന്നാണ്? സത്യത്താൽ സാക്ഷി. ഇവിടെ PS തമ്പാൻ എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? സത്യം. അപ്പുറത്ത് നിൽക്കുന്ന ആരാ? സത്യം. സത്യം തമ്പാച്ചനെ കുറിച്ച് എന്നാ സാക്ഷ്യം പറയാം? നമ്മൾ ഈ ആരാധനയ്ക്ക് എഴുന്നേറ്റ് നിന്ന് സ്വർഗം താഴെ കൊണ്ടുവരുന്ന വലിയ തോട്ട്സും വലിയ കാര്യങ്ങളൊക്കെ പറയുകയും വലിയ നീട്ടി പ്രാർത്ഥിക്കുകയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യം അപ്പുറത്തിരുന്ന് നമ്മളെ നോക്കി പരിഹസിക്കാനിടവരുന്നത്. യേശുക്രിസ്തു സത്യമായിരുന്നു. സത്യം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് അവനിൽ നിന്ന് എന്ത് വന്നിട്ടില്ല? ഭോഷ്ക വന്നിട്ടേയില്ല. ഇന്ന് രാത്രി കർത്താവിനെ കുറിച്ച് ഈ പാഠഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ വിശുദ്ധിയോടെ നമ്മൾക്കൊരിക്കലും എത്താൻ സാധിക്കയില്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്?
നമ്മൾ വിശുദ്ധർ ആയിരിക്കണമെന്നുള്ളതാണ്. കർത്താവിന്റെ സത്യത്തോളം സമ്പൂർണമായി എത്തപ്പെടാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സത്യസന്ധർ ആയിരിക്കണമെന്ന് തന്നെയാണ്. വിശ്വാസ യോഗ്യർ ആയിരിക്കണമെന്നാണ്. എന്നോട് നിങ്ങളൊരു കാര്യം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഈ പരസ്പരം പറയുന്ന കാര്യങ്ങൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ, പരസ്പരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേറൊരാളുമായി സംസാരിക്കുമ്പോൾ മാറ്റി പറയുന്നവന് ചേരുന്ന പേരല്ല വിശ്വാസി എന്നുള്ള പേര്. കേട്ടോ, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ ആ മഹത്വത്തിനനുസാരമായി ജീവിക്കുവാൻ ബാധ്യതയുള്ളവർ തന്നെയാണ്. കർത്താവ് ഒന്ന് പരിശുദ്ധനാണ്, രണ്ട് ആരാണ്? സത്യവാനാണ്. ആ സത്യവാൻ എന്ന വാക്കിന്റെ ശരിക്കുമുള്ള നിർവചനം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താ? സത്യത്തിൽ നിന്ന് എന്ത് വരികയില്ല? പോഷ്ക്ക് വരികയില്ല. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാവ് സത്യം പറയുന്നതായിരിക്കണം. ഇന്ന് പകൽ ഞാൻ ധ്യാനിച്ച ഒരു വലിയ വിശുദ്ധനായ മനുഷ്യൻ, സഭാചരിത്രത്തിൽ ഈ അഗ്നികുണ്ഡത്തിലേക്ക് തീയില് കൊന്ന ഒരു വലിയ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞ സ്വർണനാവുകാരനായ ഒരു സഭാപിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ കാര്യം അദ്ദേഹം ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടു എന്നുള്ളതാണ്. സത്യം പറയുന്ന ഒരു പേപ്പറിനകത്ത് ഒപ്പിട്ടു. അതിന് റോമ സഭ തനിക്ക്, റോമ ഗവൺമെന്റ് അല്ല, റോമ സഭ തനിക്ക് വിധിച്ച ശിക്ഷയാണ് എന്താ? തീക്കകത്തിട്ട് കൊല്ലുക എന്നുള്ളത്, അഗ്നിപ്രവേശിനി കൊല്ലുക എന്നുള്ളത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ചിതയെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് ആ 100 കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു വാചകം ഇതാണ്: സത്യത്തിന് വേണ്ടി ഒപ്പിട്ട എന്റെ വലത് കൈ തന്നെ ആദ്യം എറിയട്ടെ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ തന്റെ വലത് കൈ തീക്കകത്തോട്ട് ഏൽപ്പിച്ചു കൊടുത്ത കൈ എരിഞ്ഞു കഴിഞ്ഞാണ് താൻ തീക്കകത്തേക്ക് പ്രവേശിച്ചത്. ഇതാണ് വിശുദ്ധന്മാരായ ദൈവദാസന്മാർ, സത്യസന്ധരായ ദൈവദാസന്മാർ. തല വെട്ടിവെച്ചാലും ആ തല സത്യം പറയുന്ന തലയായിരിക്കും. വിശുദ്ധനും സത്യവാൻ. മൂന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്ലാസ് പെട്ടെന്ന് നിർത്തേണ്ടിയിരിക്കുന്നു. മൂന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദാവീദിന്റെ താക്കോലുള്ളവൻ. ഇത് അല്പം വിശദീകരിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ജീവന്റെ പുസ്തകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അല്പം വിശദീകരിക്കേണ്ട ഒരു ആശയമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തുടങ്ങി വെക്കുകയും 1-ാം അധ്യായത്തിൽ കർത്താവിനെ കണ്ട യോഹന്നാൻ കണ്ട ആ സമയത്ത് കർത്താവിനെ താൻ കാണുന്നത് ഏതൊക്കെ വിധത്തിലാണോ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ 7 സഭകൾക്കുള്ള ദൂതിലും കർത്താവ് സംസാരിക്കുന്നത്. അല്ലേ? ഓരോ ദൂതിലും കർത്താവ് സംസാരിക്കുന്നത് യോഹന്നാൻ കണ്ട ആ മഹത്വ പ്രത്യക്ഷതയോടെ ബന്ധപ്പെടുത്തിയാണ് ഓരോ കാര്യവും കർത്താവ് പറയുന്നത്. 2-ാം അധ്യായത്തിന് 1-ാം ഭാഗം എഫെസോസ് സഭയോട് പറയുന്നത് എന്താ? 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. അല്ലേ? ഇനിയും 8-ാം വാക്യത്തിൽ സ്മുർമ്മയുടെ സഭയോട് പറയുന്നത് എന്താ? മരിച്ചവനായിരുന്നു വീണ്ടും. ഇതെല്ലാം എവിടെ ഉണ്ട്? യോഹന്നാൻ കണ്ട ദർശനത്തിൽ കർത്താവ് പറയുന്നതോ കർത്താവിനെ കണ്ടതോ ആയിട്ടുള്ള കാര്യമോ. എന്നാൽ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ
കർത്താവ് തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നത് ദാവീദിന്റെ താക്കോൽ, എല്ലാവരും ക്ഷീണിച്ചോ, ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുമ്പോൾ കർത്താവ് പറയുന്നുണ്ടോ ഇങ്ങനെ, ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാണെന്ന് പറയുന്നുണ്ടോ? കണ്ടപ്പോൾ യോഹന്നാൻ കാണുന്നുണ്ടോ കർത്താവിന്റെ കയ്യിൽ ദാവീദിന്റെ താക്കോല് കാണുന്നുണ്ടോ? പക്ഷേ യോഹന്നാൻ കണ്ടു, താക്കോലുള്ളവനെ കണ്ടു. ആരാ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ. എന്നാൽ ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള കർത്താവല്ല, പിന്നെ ദാവീദിന്റെ താക്കോലുള്ള കർത്താവാണ്. എന്തുകൊണ്ടാണ് ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ എന്ന് പറഞ്ഞത്? അത് നമ്മൾക്ക് ഈ ദാവീദിന്റെ താക്കോൽ എന്നുള്ളത് പിന്നാലെ ദൈവം എന്ന് വെച്ചാൽ കർത്താവ് ആയുസ് ആരോഗ്യത്തൊക്കെ തന്ന് കർത്താവിന്റെ വരവ് താമസിച്ച് നമ്മൾക്ക് ഇതുപോലെ കൂടി വരാൻ താമസിക്കുന്നെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. എന്തായാലും താക്കോലിനെ കുറിച്ചാണ്. കർത്താവിന്റെ കയ്യിൽ എന്തുണ്ട്? താക്കോലുണ്ട്. ഏതൊക്കെ താക്കോലാണ്? 1-ാം അധ്യായത്തിൽ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നിന്റെ കയ്യിലോട്ട് തരികയാണ് എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താക്കോല് ഉപയോഗിക്കുന്നത് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും ഉപയോഗിക്കുന്നതാണ് എന്ത്? താക്കോൽ. അത് കർത്താവിന്റെ താക്കോലിന് മാത്രമേ ആ ശക്തി ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്റെ കയ്യിൽ താക്കോലുണ്ട്. ദാവീദിന്റെ താക്കോലാണ് ഇവിടെ പറയുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താ മരണത്തിന്റെ താക്കോൽ? പാതാളത്തിന്റെ താക്കോൽ. മരണത്തിലേക്ക് ഒരുത്തനെ കയറ്റിവിടുന്നതും മരണത്തിൽ നിന്ന് ഒരുവനെ ഇറക്കിക്കൊണ്ടുവരുന്നതും ആരാണ്? യേശുക്രിസ്തു. പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒരുത്തനെ ഇറക്കിക്കൊണ്ടുവരുന്നതും പിന്നെ പാതാളത്തിലേക്ക് ഒരുത്തനെ വിടുന്നവനും കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു താക്കോൽ ആരെ? ശീമോൻ പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു താക്കോൽ ഏതാ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഇത് പത്രോസിനെ ഏൽപ്പിച്ചത് തന്നെയാണ്. റോമൻ സഭ പറയുന്ന കാര്യത്തിൽ, പാറ എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും താക്കോലിന്റെ കാര്യത്തിൽ നമുക്കെന്നല്ല ആർക്കും വിയോജിപ്പില്ല. കർത്താവ് താക്കോൽ കൊടുത്തത്, സുവിശേഷത്തിന്റെ താക്കോൽ കൊടുത്തത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തത് പത്രോസിന്റെ. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വെച്ച് യഹൂദന്മാർക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇട്ട് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നത് ആരാ? പത്രോസ്. 8-ാം അധ്യായത്തിൽ ശമരിയിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷം പറഞ്ഞു. പക്ഷെ ആര് വരേണ്ടി വന്നു? പത്രോസ് വന്നു. ശമരിയിൽ സുവിശേഷത്തിന്റെ കവാടം തുറന്നത് പത്രോസ്. 3 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം. കൊർന്നല്യോസിന്റെ വീട്ടിൽ ആരാ തുറന്നത്? പത്രോസാണ് തുറന്നത്. ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത്, സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ സ്വർഗം ഉപയോഗിച്ചത് ആരെയാ? പത്രോസിനെയാണ്. ഓർക്കണം, പത്രോസിന്റെ പക്കൽ ഏൽപ്പിച്ച സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഇന്ന് പത്രോസ് ഇവിടെ ഇല്ല. പത്രോസ് തുറന്ന ആ വാതിലിലൂടെ കഴിഞ്ഞ 21ഓളം നൂറ്റാണ്ടുകളായി ആയിരങ്ങളെ സുവിശേഷത്താൽ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കാലാകാലങ്ങളിലായി ദൈവദാസന്മാർക്ക്
ദൈവം കൃപ നൽകിക്കൊണ്ട് ഇരിക്കുന്നു. ഇനി നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് ദാവീദിന്റെ താക്കോലുള്ള കർത്താവിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയട്ടെ. പലപ്പോഴും നമ്മൾ ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല പ്രാർത്ഥനയിലൊക്കെ ഈ വചനം പറയുന്നതെങ്കിലും ആ അർത്ഥം കൂടെ ഇതിന് ഉണ്ടെന്ന് ഞാൻ എന്നെ വിചാരിക്കും. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ അത് തിരുത്തി തന്നെ നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കർത്താവ് അടച്ച ആര് വിചാരിച്ചാലും നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. എന്താണെന്നറിയാം? കർത്താവ് അടച്ച വാതിലിന്റെ മുമ്പിൽ നിന്ന് തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അടച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യണം കേട്ടോ. കർത്താവ് ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നെങ്കിൽ അത് ഓർത്തിരുന്ന് കരയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് സ്തോത്രം ചെയ്യണം. എൻ്റെ മുമ്പിൽ ആ വാതിൽ അടച്ചത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം. തുറന്ന വാതിലുകൾക്ക് സ്തോത്രം ചെയ്യുന്നത് പോലെ തന്നെ കർത്താവ് അടച്ച വാതിലുകൾക്കും സ്തോത്രം പറയാനുള്ള പരിജ്ഞാനം നമ്മൾക്കുണ്ടാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തട്ടെ.